നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിനും പിടിച്ചുവീട്ടുന്ന നോമ്പുകൾക്കും കൊടുത്തുവീട്ടുന്ന സക്കാത്തുകൾക്കും എല്ലാത്തിനും സ്വീകാര്യത കിട്ടണമെങ്കിൽ പിണങ്ങി നിൽക്കുന്നവരുമായി എത്രയും വേഗം ഇണങ്ങണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞങ്ങൾ അങ്ങോട്ട് പിണക്കമൊന്നുമില്ല, ഞങ്ങൾ അവരുമായിട്ട് എത്ര സലാം പറഞ്ഞാലും അവര് മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ, കടുംപെട്ടി ടീംസ്. ഭാര്യ പറയും ചേർക്കണ്ട, ചിലപ്പോ ഭർത്താവ് പറയും ഭാര്യയോട് അവിടെയൊന്നും പോകണ്ട, ആ ബന്ധമൊന്നും ചേർക്കാനും പറ്റൂല, ഇനിയൊന്നും അവിടെ പോകാൻ പറ്റൂല, മുമ്പ് അവിടെ പോയപ്പോ അവര് നമ്മളെ മൈൻഡ് ചെയ്യാത്തയാണ് എന്നൊക്കെ പറഞ്ഞാലും ഇല്ല, നമുക്ക് പോകണം. ഖുർആനിലും ഹദീസിലും അള്ളാഹും റസൂലും പറയുന്നത് എത്ര പണക്കം വെച്ചാലും ഇണങ്ങണമെന്നാണ് എന്ന് പറഞ്ഞ് നിർബന്ധം ചെലുത്തി ഒരുപാട് ക്ഷമ വെച്ചുകൊണ്ട് തന്നെ ആ വീട്ടിൽ പോയി അസ്സലാമു അലൈക്കും പറയാം. എത്ര അസ്സലാമു അലൈക്കും പറഞ്ഞു തന്നാലും അവരിങ്ങോട്ട് മൈൻഡ് ചെയ്യൂല. നമ്മൾ അസ്സലാമു അലൈക്കും പറഞ്ഞു അവര് തിരിഞ്ഞേക്കും. അങ്ങനത്തെ ഇഷ്ടംപോലെ ആളുകളുണ്ട് അല്ലേ? അങ്ങനത്തെ സൈസ് ആണെങ്കിൽ എന്ത് ചെയ്യും? സാധാരണ അങ്ങനെ എപ്പോ ഉണ്ടാകും? നമ്മൾ ഇച്ചിരി ദീനൊക്കെ ഉസ്താദ് പറഞ്ഞ പോലെയൊക്കെ അറിയാം. ഞങ്ങൾ അങ്ങനെ ചെന്ന് പലപ്പോഴും സലാം പറഞ്ഞു നോക്കിയിട്ടുണ്ട്, പക്ഷെ അവര് മൈൻഡ് ചെയ്യുന്നില്ല. എന്ത് ചെയ്യണം? അപ്പോഴും എന്ത് ചെയ്യണമെന്നുള്ളത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. നമ്മൾ ആ ബന്ധം വീണ്ടും കണക്ഷൻ വെക്കണമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. എത്ര അകൽച്ച കാണിച്ചാലും അവനോട് വീണ്ടും ഇണക്കം വെക്കണമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. മനസ്സിലാക്കണം. ഭയങ്കര അധ്യാപനമാണ് ഈ പറഞ്ഞത്.